നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾ ചോദിക്കുന്ന ഉടനെ അല്ലെങ്കിൽ ഒന്ന് വാശി പിടിക്കുന്ന ഉടനെ ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കുകയാണോ നിങ്ങൾ ആണെങ്കിൽ ഇന്നത്തോടു കൂടി ഞാൻ നിർത്തിക്കോ. നിങ്ങൾ ഒരു ആറ്റം ബോംബിനെയാണ് പിടിച്ച് മടക്കി വെച്ചിരിക്കുന്നത്. കുട്ടികൾ വാശി പിടിക്കുമ്പോഴോ കരയുമ്പോഴോ അതൊക്കെ നിങ്ങൾ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഫാൾസ് ഇൻഫർമേഷൻ ആണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഒന്ന് കരഞ്ഞാൽ മതി, എന്റെ അച്ഛന് അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്കെല്ലാം വാങ്ങിച്ചു തരും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ അത് ചോദിക്കുന്നത് വല്ല മുട്ടായിയോ പാവയോ മറ്റോ ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോഴേക്കും അവർ ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൊക്കിൽ ഒതുങ്ങുന്നതും പറ്റാവുന്ന കാര്യങ്ങളാവില്ല. അപ്പൊ നിങ്ങൾ അവരോട് നോ പറയേണ്ടി വരും. അവര് നിങ്ങളുടെ വില്ലന്മാരായിട്ട് മാറും. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് അവരെ കൊണ്ട് അത് ഏൺ ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുക. ഞാൻ പറയുന്നത് കുട്ടികളെ പോയി ബാലവേല ചെയ്യിച്ച് പൈസ കൊണ്ടുവന്ന് സാധനം വാങ്ങാനായിട്ടല്ല പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ കുടുംബം, അച്ഛനും അമ്മയും അനിയനും ഞാനുമായിട്ട് ഒരു ഹോട്ടലിൽ പോയി സാധനം പാഴ്സൽ വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊ ഒരു ഭിക്ഷക്കാരൻ അതുവഴി പോയി. അപ്പൊ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല, എന്തെങ്കിലും തരുമെന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ അമ്മയുടെ നോക്കിയിട്ട് പറഞ്ഞു അമ്മ എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അച്ഛൻ അത് കണ്ടിട്ട് പറഞ്ഞു വേണ്ട ചിഞ്ചു, നീ നിന്റെ കയ്യിലിരിക്കുന്ന അങ്ങോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഫുഡ് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ എന്റെ വിചാരം അച്ഛൻ എനിക്കത് വാങ്ങി തരുമെന്നാണ്. അച്ഛൻ കാറെടുത്തങ്ങ് പോയി. ഞാൻ ചോദിച്ചു അച്ഛൻ എനിക്കുള്ള ഫുഡോ, അപ്പൊ നിങ്ങൾ എന്താ എനിക്ക് ഫുഡ് വാങ്ങി തരുന്നില്ലേന്ന് ചോദിച്ചപ്പോ എന്റെ അച്ഛൻ പറഞ്ഞെന്ന് അറിയാമോ, ചിഞ്ചു നിന്റെ അമ്മ ഉണ്ടാക്കിയ പൈസ എടുത്തു കൊടുക്കാൻ നിനക്ക് ഒരു അധികാരമില്ല. ഇപ്പൊ നീ ചെയ്തത് വലിയ നല്ല കാര്യം തന്നെ. കാരണം നിന്റെ വിശപ്പ് അകറ്റാനായിട്ടുള്ള ഫുഡ് നീ അവർക്ക് കൊടുത്തു. നീ വിശന്നിരിക്കൂ, ഞങ്ങൾ കഴിക്കാം. നീ എന്താണെങ്കിൽ നിന്റെ പങ്ക് കൊടുത്തല്ലോ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതിൽ നിന്ന് എന്റെ അച്ഛൻ ഉദ്ദേശിച്ചത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് ദാനം ചെയ്യാനായിട്ടുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അല്ലാതെ മറ്റൊരാൾ ഉണ്ടാക്കി വെച്ച സാധനം അതങ്ങ് എടുത്തു കൊടുത്തു എന്ന് പറയാനായിട്ട് എനിക്ക് റൈറ്റ് ഇല്ല. ഇത് വലിയൊരു പാഠം തന്നെയാണ്. ഞാനത് പിന്നീട് എപ്പോഴും ഫോളോ ചെയ്തിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ അമ്മ കോളേജ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ എന്റെ വീട്ടിൽ 24/7 ബേക്കറീസ് ഒന്നും കാണില്ല. അപ്പൊ നമുക്ക് ഭയങ്കര കൊതിയായിരിക്കും ബേക്കറി ഒക്കെ കഴിക്കാനായിട്ട് കുട്ടിക്കാലത്തൊക്കെ. എന്റെ അമ്മയ്ക്ക് സാലറി കിട്ടുന്ന അന്ന് എന്റെ അമ്മ കുറച്ച് ബേക്കറീസ് വാങ്ങിച്ചുകൊണ്ടുവരും. അതായിരിക്കും നമ്മുടെ ആ മാസത്തെ ബേക്കറി. അപ്പം അത് നമ്മൾ സൂക്ഷിച്ച് നോക്കി ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ നമ്മൾ മൊത്തം തീർക്കും. അതൊക്കെ ഡിപ്പെൻസ്. അതിപ്പോ പിന്നെ നമുക്കത് കാണില്ല. പിന്നെ ആരെങ്കിലും വിരുന്നുകാർ വരണം ബേക്കറിയിലൊക്കെ കിട്ടണമെങ്കിൽ. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. കുട്ടികൾ ഓരോ വേണം, എനിക്ക് അത് വേണം എന്ന് പറയുന്ന ഉടനെ അച്ഛനും അമ്മയും പോയി വാങ്ങിച്ചുകൊണ്ടുവരും. അവർക്ക് അതിന്റെ ഒന്നും ഒരു വാല്യൂ ഇല്ല സത്യത്തില്. ഓക്കെ, അതൊന്നും അവർക്ക് വലിയൊരു കാര്യമേ അല്ലാത്ത രീതിയിലാണ് കുട്ടികൾ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ പല കാര്യങ്ങളും നിങ്ങൾ അവരെ കൊണ്ട് ഏൺ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള വാല്യൂ അവർക്ക് മനസ്സിലാകും. മുന്നോട്ടും അത് അവർക്ക് ഒരു ശീലമായിട്ട് മാറും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ നോ പറഞ്ഞാലും അവർക്ക് അതത്ര വലിയ ഹാർട്ട്ഫുൾ ആയിട്ട് അവർ എടുക്കില്ല. കാരണം അവർക്ക് മനസ്സിലാകും നിങ്ങളെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം തന്നെ നിങ്ങളാണ്. നിങ്ങൾ അവർക്ക് മനസ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായതായത്. ഇതിൽ അവരെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലല്ലേ. സോ ഇപ്പോ നമുക്ക് മാറ്റം വരുത്താം. ഭാവിയിലത്തേക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ്, എന്റെ മാത്രം എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കമന്റ് വഴി അത് അറിയിക്കുക. നോക്കാം ഇനി വരുന്ന വീഡിയോസിലകത്തൊക്കെ എന്തൊക്കെ നമുക്ക് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം എന്നുള്ളത്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദി അപ്കമിങ് വീഡിയോസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഒരാൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.